അടുത്ത അഭിനവർക്ക് ഈ കാര്യത്തിൽ കോൺഗ്രസിന് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രണബ് മുഖർജിയുടെ മകളാണെന്ന് തോന്നുന്നു ഇത് കർമ്മയാണ് എന്ന് പറഞ്ഞത്. അതായത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ദേശീയ തലത്തിൽ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു ചരിത്രം ആം ആദ്മി പാർട്ടിക്കുണ്ട്. വലിയ തോതിൽ ഇന്ത്യയിൽ ആ വികാരം ആളിക്കത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് അതേ അഴിമതി ആരോപണങ്ങളിൽ പെട്ട് ജയിലിലേക്ക്, റിമാൻഡിലേക്ക്, പിന്നീട് ED കസ്റ്റഡിയിലേക്ക് ഒക്കെ എത്തി നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നത് അതല്ല. കോൺഗ്രസ് അവരുടെ ആപത്കാലത്തെ ഏറ്റവും വലിയ സുഹൃത്തായി മാറുകയാണ്. എല്ലാ സർവ്വ പിന്തുണയും നൽകുകയാണ്. എല്ലാ പ്രതിഷേധങ്ങൾക്കും ഒപ്പം നിൽക്കുകയാണ്. പ്രതിപക്ഷ നിരയെ ഒരുമിപ്പിക്കാൻ ഇവർ അതിനെ പോസ്റ്റർ ബോയ് എന്നാണ് വിളിക്കുന്നത്. പ്രതിപക്ഷ നിരയെ ഒരുമിപ്പിക്കാൻ ഈ കേന്ദ്ര നിലപാട് സഹായകമായോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മാധു, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെയും അണ്ണാ ഹസാരെയുടെയും സമരത്തെയൊക്കെ ഇപ്പോൾ പുച്ഛിച്ചു തള്ളിയ BJP പണ്ട് ആ സമരത്തിനോട് ചേർന്ന് നിന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ സമരത്തിന് വേണ്ടി എത്രമാത്രം വെയിലും മഴയും കൊണ്ടവരാണ് RSSൻ്റെ പല സംഘടനാ നേതാക്കന്മാരും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അന്നും കോൺഗ്രസ് പാർട്ടി പറഞ്ഞതാണ് ഇവർ RSSൻ്റെ ഏജൻറ്റുമാരാണ് അണ്ണാ ഹസാരെ എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് ആ സമരത്തെ തള്ളിപ്പറയുന്ന BJPയുടെ വാദഗതികളെ നമുക്ക് എങ്ങനെ കാണണമെന്നുള്ളത് നമുക്ക് രണ്ടാമത് ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അണ്ണാ ഹസാരെ ഒക്കെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എന്താണ് ഈ രാജ്യത്ത് ഒരു പത്രപ്രസ്താവനയെങ്കിലും ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത് ചിന്തിക്കാം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ അന്വേഷണം നടക്കണ്ട എന്നുള്ളൊരു അഭിപ്രായമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നടന്നത്, ഇതിൻ്റെ ടൈമിംഗ് ഒന്ന് പ്രധാനമാണ്. എന്താണ്, ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരു മുഖ്യമന്ത്രിയെ ഓൾറെഡിയെ ഇവർ പിടിച്ച് അകത്തിട്ടിരിക്കുന്നു. രണ്ടാമതൊരു മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടുന്നതിൻ്റെ ടൈമിംഗ് അതിപ്രധാനമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എന്താണ് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവ്? താങ്കൾ ആദ്യം പറഞ്ഞ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആ മാപ്പു സാക്ഷിയുടെ മൊഴിയാണ് ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവായിട്ട് ഇവർ പറയുന്നത്. ഇപ്പോൾ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയാണ് തെളിവ് എന്നുണ്ടെങ്കിൽ, ശരത് ചന്ദ്ര റെഡ്ഡി കഴിഞ്ഞ നവംബർ മാസം 10-ാം തീയതിയാണ് EDയുടെ ക്വസ്റ്റ്യനിങ്ങിന് വിധേയനാകുന്നത്. നവംബർ മാസം 15-ാം തീയതി തന്നെ 5 കോടി രൂപ കൊടുത്തു BJPക്ക്. നവംബർ മാസത്തിൽ തന്നെ വീണ്ടും ഒരു 20 കോടി രൂപ കൊടുത്തു. അങ്ങനെ 25 കോടി രൂപ ഈ ED ക്വസ്റ്റ്യനിങ്ങിന് ശേഷം കൊടുത്ത ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഈ കേസിലെ അക്യൂസ്ഡ് അദ്ദേഹം പിന്നെ മാപ്പ് സാക്ഷിയായി മാറുന്നു. ആരാ മാപ്പ് സാക്ഷിയാക്കി കൊടുക്കുന്നത്? ഇതേ അന്വേഷണ സംഘമാണ് മാപ്പ് സാക്ഷിയായി കൊടുക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ 25 കോടി രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ട് ഈ മദ്യനയ കേസിൽ ഒരു റിപ്പോർട്ട് എഴുതിയ ഇതേ BJPയുടെ ED സംഘവും ഇതിനകത്ത് പ്രതികളായി മാറേണ്ടവരല്ലേ? അതുമാത്രമല്ല, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രശ്നം? എന്താണ്, 38 കോർപ്പറേറ്റ് കമ്പനികൾ 179 വലിയ പ്രൊജക്റ്റുകൾ കൊടുത്തതിന് ശേഷമാണ് 2004 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് കൊടുത്ത കോൺട്രാക്റ്റിനുള്ള അഴിമതി പണമാണ് തിരിച്ചു കൊടുത്തത്. രണ്ടാമത്തെ കാര്യം, 56 CBI ED IT റെയ്ഡുകൾക്ക് ശേഷമാണ് 1853 കോടി രൂപ അതേ കമ്പനികൾ, ഈ റെയ്ഡിന് വിധേയരായ കമ്പനികൾ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തിരിക്കുകയാണ്. അതും അഴിമതി കൈക്കൂലി പണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റെയ്ഡുകൾക്ക് ശേഷം പണം കൊടുക്കുന്നു, ഹഫ്ത പിരിക്കുന്നു, അതും മാത്രമല്ല കോൺട്രാക്റ്റുകൾക്ക് കൈക്കൂലി മേടിക്കുന്നു. ഇതാണ് ഇലക്ട്രൽ ബോർഡിന്റെ അഴിമതി എന്ന് പറയുന്നത്. ഈ അഴിമതിയാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇപ്പൊ നിയമമുണ്ടായി എന്ന് പറയും. ആരാ ഈ നിയമം ഉണ്ടാക്കിയത്? നിയമം ഉണ്ടാക്കിയത് ഇതേ സർക്കാരല്ലേ? അല്ല, ഈ പറയുന്ന തുക നിങ്ങൾക്കും തന്നിട്ടുണ്ടല്ലോ, ശരത് ചന്ദ്ര റെഡ്ഡിയുടെ കാര്യത്തിൽ നിങ്ങൾക്കും തന്നിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ ഒരു ചോദ്യം. രണ്ടാമത്തേത്, രാജ്യത്ത് അന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വൈറ്റായി ഏറ്റവും നിയമത്തിന് അനുസൃതമായി അല്ലേ ഞങ്ങൾ പണം സ്വീകരിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് ഈ ശരത് ചന്ദ്ര റെഡ്ഡി ഞങ്ങൾക്ക് പണം തന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. ഇനി 2, ഈ നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് 3 തരത്തിൽ എങ്ങനെയാണ് അഴിമതി നടത്തിയത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന 17 കമ്പനികളിൽ നിന്നാണ് ഈ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് ലഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, IT CBI ED റെയ്ഡുകൾക്ക് ശേഷം അതിൽ ഒരാൾ മാത്രമാണ് ശരത് ചന്ദ്ര റെഡ്ഡി. മറ്റനേകം കമ്പനികളുണ്ട്. 41 കമ്പനികൾ അങ്ങനെ തന്നെ ഇവർക്ക് ഈ റെയ്ഡുകൾക്ക് ശേഷം ഉടനെ പണം കൊടുക്കുന്നു. ഇപ്പൊ മേഗാ ഇൻഫ്രാസ്ട്രക്ചറിനെ പോലുള്ള കമ്പനികൾ, അവർക്ക് 1500 കോടിയോളം രൂപയുടെ പ്രൊജക്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ 10% 140 കോടി രൂപ അപ്പോൾ തന്നെ ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് കൊടുക്കുന്നു. ഇതാണ് ഇലക്ട്രൽ ബോണ്ട് വഴി എങ്ങനെ ലീഗലൈസ്ഡായി കറപ്ഷൻ നടത്താം എന്നുള്ളതാണ് BJP ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞത്. ആ അഴിമതി ഇവിടെ നിൽക്കുമ്പോഴാണ് 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട്
കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇഡിയുടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നത്, IT-യുടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട BJP-യുടെ ഓരോ പ്രവർത്തികളാണ്. അതിനെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുന്നത്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അറസ്റ്റോടുകൂടി തന്നെ പ്രതിപക്ഷ നിരയിൽ ഒരു ഐക്യത്തോടു കൂടി ആ എതിർപ്പുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ